എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സാവിത്രി സുരേഷ്. ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ചിക്കൻ തോരനാണ്. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ്. ഇതിലെ മെയിൻ ചേരുവ എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയും പച്ചമുളകാണ്. അതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ തോരന് വേണ്ടി 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണാക്കി ബോണോട് കൂടി തന്നെ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് കുക്കറിൽ ഇട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രൈ പാനിലേക്ക് മാറ്റാം. കുക്കർ ചൂടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു സ്പൂൺ ഇഞ്ചി. ഇതിന് മറ്റേ ചിക്കൻ്റെ അത്രയും കറിയുടെ അത്രയും അതൊന്നും വേണ്ട. ഒരു സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഒരു സവാള, ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരൊന്ന് മൂപ്പിക്കാം. രണ്ട് പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് വേപ്പില, കുറച്ച് ഉപ്പിട ഉള്ളിലേക്ക്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവാള ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇളക്കാം. ഒരു 1/2 ടീസ്പൂൺ കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം വരും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വേവിക്കും. ചിക്കൻ ഒരു വിസിൽ കഴിഞ്ഞ് സ്റ്റീം പോയാൻ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറക്കാൻ പോവാണ്. ഇത് ആവശ്യത്തിന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ചേക്കണ ചെറിയ ഉള്ളി, ഒരു കപ്പ് ചെറിയ ഉള്ളി ചതച്ചതാണ് ഇതിടാം. ഇതൊരു 5 മിനിറ്റോളം വെള്ളം വറ്റുന്നവരെ അതിൽ കിടന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, 2 പച്ചമുളക് നമ്മൾ ആദ്യം ഇട്ട്. പച്ചമുളകിന്റെ എരിവാണ് ഇതിൽ കൂടുതൽ വേണ്ടത്. ഒരു അല്പം മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി, കുറച്ച് കറിവേപ്പില. ഇതൊന്ന് ചതച്ചെടുക്കാം.
ഇതൊരു 5 മിനിറ്റ് ആയി, നമുക്കൊന്ന് നോക്കാം. വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ അതിൻ്റെ കൂടെ വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒന്ന് ചതച്ചിട്ടുള്ളൂ കേട്ടോ, അധികം അരിഞ്ഞു പോരുത്. ഇത് ഇതിലേക്ക് ഇടാം. ഇത് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. തോരനായതുകൊണ്ട് നമുക്കൊന്ന് കടുക് താളിക്കാം. ഇതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിടാം. ഉണക്കമുളക്, കറിവേപ്പില, ഇതിലേക്ക് ചിക്കൻ ഇട്ടു. ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഡ്രൈ ആവുന്നവരെ. ഇത് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ തോരൻ റെഡിയായി. ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റാം നമുക്ക്. ചിക്കൻ തോരൻ നമ്മളൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. പക്ഷെ എനിക്കിഷ്ടം പുട്ടിന്റെ കൂടെ കഴിക്കാനാണ്. നിങ്ങളത് ട്രൈ ചെയ്യണം, എല്ലാവരും ട്രൈ ചെയ്യണം.